കെനഡി കരിമ്പുകാല പി സി ജോർജ് ഉയർത്തിയ വിഷയം ദീർഘകാലമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഭയടക്കം മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു രേഖ വേണം, തെളിവ് വേണം. ഇപ്പോൾ 400 എന്ന കണക്കൊക്കെ പി സി ജോർജ് പറയുന്നു. പക്ഷേ ആ താലൂക്കിൽ പോലും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് വാർത്താസമ്മേളനം നടത്തിയ ലീഗും SDPM ഒക്കെ പറയുകയാണ്. തെളിവ് കൊണ്ടുവരട്ടെ, ഒരാളുടെയെങ്കിലും പേര് പറയട്ടെ. നിങ്ങൾ ആ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പേര് പറയുന്നില്ല, അതിന് മടിയുണ്ടായെങ്കിൽ ആരാണ് അവരെ കൊണ്ടുപോയത് ആ വ്യക്തിയുടെ പേര് പറയാമല്ലോ. അതിപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന പേര് പറയാമല്ലോ. അത്തരം വെളിപ്പെടുത്തലുകൾ പോലും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല, തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. രഞ്ജിത്തെ, നമ്മൾ എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം, ഈ ഒരു പ്രത്യേക വിഭാഗക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ലല്ലോ ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നാടെമ്പാടും ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവരുടെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു ചെറിയ ആക്ടിവിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് മറ്റൊരു ചെറിയ ആക്ടിവിറ്റി. ഇങ്ങനെ ഏതിലും മതം മിക്സ് ചെയ്ത് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് ലോകത്താകമാനം ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. രഞ്ജിത്ത് എടുത്ത് നോക്കൂ. ജനം മുഴുവൻ കാണുകയല്ലേ, ജനത്തെ ഭയപ്പെടുത്തുകയല്ലേ. ആർക്കാണ് നിങ്ങളെ ഭയം? ആർക്കാണ് നിങ്ങളെ ഭയം? ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, മുസ്ലിമിന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന തരത്തിലേക്ക് രാജ്യം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച അകത്തുപോയ MK ഫൈസി SDPയുടെ ദേശീയ നേതാവ്. ഒന്ന് എടുത്തു നോക്ക്, സത്യമാണോ എന്ന്. കെനഡി കളവ് പറയുകയല്ല, വ്യക്തമായ വീഡിയോ കടന്നു കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ, അതോ അതും കളവാണോ, അതോ കണ്ടില്ലെന്ന് വെക്കണോ? എന്ത് ചെയ്യണമെന്ന് പറയൂ. ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഞങ്ങളുടെ പി ജോർജിന്റെയും എന്റെയും വായിൽ കുത്തിക്കറ്റി ഞങ്ങൾ കളവാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം കളവാണോ? ഏത് രീതിയിലേക്കാണ് ഈ നാട് പോകുന്നത്? നിങ്ങൾ ഈ നാട്ടിൽ മാത്രമല്ല, കണ്ണു തുറന്നു ലോകം നോക്കൂ. ലോകത്ത് മുഴുവൻ, ലോകത്തെമ്പാടും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണൂ. അതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ പറയുന്നതാണോ കുറ്റം? ശ്രീജിത്ത് പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ കരുത്തിൽ പിടിച്ച് ഞെക്കുകയാണോ വേണ്ടേ? നേരെ ഞങ്ങളെ ജയിലിലിടുകയാണോ വേണ്ടേ? അവിടെ കൊണ്ട് പ്രശ്നം തീരുമോ? നാട് വിഷമിക്കും. ഞങ്ങൾ മുന്നറിയിപ്പാണ് തരുന്നത്. അതിന് ഞങ്ങളുടെ വായടപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ശ്രീജിത്ത് ഇപ്പൊ പറഞ്ഞല്ലോ ജോർജ് തോമസിന്റെ കാര്യം. അപ്പൊ പാർട്ടിക്ക് അറിയാഞ്ഞിട്ടല്ല, CPM-ന് അത് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. CPM-ന് അറിയാം. പക്ഷേ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്തവര് അവരുടെ കാര്യങ്ങൾ നടപ്പാക്കും. അതിനകത്ത് അവർക്ക് രാഷ്ട്രീയമില്ല. മുസ്ലിം ലീഗും SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒന്ന് തന്നെ. അവരുടെ ലക്ഷ്യങ്ങളിൽ, മതപരമായ ലക്ഷ്യങ്ങളിൽ അവർക്ക് ഏകത്വമുണ്ട്. അതുകൊണ്ട് ഭയക്കുന്നു. ഭയപ്പെട്ടേ മതിയാവും. പക്ഷെ അതൊരു ജനാധിപത്യ രാജ്യത്തിൽ അത് ഉത്തമമാണോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം കാര്യങ്ങളെ ഏത് രീതിയിൽ നേരിടണം? അങ്ങനെ വരുമ്പോഴാണ് ജോർജും ഞാനും എന്നെ പോലുള്ളവരുമെല്ലാം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത്, ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു ധൈര്യം പകരുന്നു എന്ന് പറയേണ്ടി വരുന്നത് ആ ഒരു കാരണത്താലാണ്. ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ ആലപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഹമാസിന്റെയും ലോകോത്തര കുറ്റവാളികളുടെയും ഫോട്ടോകൾ. ആരുടെ ബന്ധുജനങ്ങളുടെ ഫോട്ടോ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത്? എന്തായിരുന്നു ഉദ്ദേശം? ജനത്തെ ഭയപ്പെടുത്താനല്ലേ? ഇത്തരം ആൾക്കാരൊക്കെയാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഞങ്ങൾക്ക് ഇതേ രീതികളാണ്. കഴുത്ത് കണ്ടിച്ചു കളയും. അങ്ങനെ ഭയപ്പെടുത്താനല്ലേ? കേരള സമൂഹത്തെ ഭയപ്പെടുത്താനല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു പറയും. മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ പിന്തുണച്ചു. വാർത്ത കൊടുത്തതേ ഉള്ളൂ. അവരുടെ ഭാഗത്ത് നിന്നും ഇന്ത്യ തീവ്രവാദികളായിട്ട് ഹമാസിനെ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയിലെടുത്ത് നോക്കിക്കോളൂ. ചർച്ചയെടുത്തു. അവര് മുഴുവൻ ഇന്ത്യ ഹമാസിനെ നിരോധിച്ചിട്ടില്ലല്ലോ. അതാണോ ന്യായം?
ഹമാസ് അതാണോ നിരോധിച്ചിട്ടില്ല. ന്യായം? നിരോധിച്ചിട്ടില്ല. ഹമാസ് ഇന്ത്യ ഹമാസിനെ നിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നതാണോ ന്യായം? ആ കാണിച്ച കാട്ടായത്തെ എതിർക്കണ്ടേ? മാധ്യമങ്ങൾ പിന്തുണ തന്നില്ല. എല്ലാ മാധ്യമ ചർച്ച എടുത്ത് നോക്കിക്കോളൂ. എന്നെ പോലുള്ളവരെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളും ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങളുമായിട്ടാ മുന്നോട്ട് പോയത്. എനിക്കെതിരെ ഇരുന്നവരെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു എല്ലാ മാധ്യമ പ്രവർത്തകരും എടുത്തത്. സങ്കടകരമാണ്. രാജ്യം അപകടകരത്തിലേക്ക് കാര്യത്തിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ അത്തരം ഒരു നിലപാട് സ്വീകരിക്കരുത്. കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം. ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾ ഏറ്റുപറയണം. ബോധ്യമുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടണമല്ലോ സർ. അതാണൊരു പ്രശ്നം. ഈ പറഞ്ഞ ലവ് ജിഹാദും അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ ഏറ്റെടുക്കും. കേവലം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ചില പരാമർശങ്ങൾ മാത്രമേ ഒതുക്കപ്പെടരുത്. അതിന് CK ഷാക്കീർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം. അതിനുള്ള ആർജവം സർക്കാർ സ്വീകരിക്കുകയും വേണം. ഒപ്പം ഈ പരാമർശങ്ങൾ നമുക്കിപ്പോൾ അറിയാം, ഒരു മതവിഭാഗത്തിനെതിരെ ആർക്കെതിരെ ആരോപണം വന്നാലും അത് ശരിയല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അവർക്ക് കൂടിയുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങൾ വേണം ആ മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും അത് വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു നിലപാടിലേക്ക് കൂടി കാര്യങ്ങൾ പോകണമല്ലോ. ഇങ്ങനെ എപ്പോഴും ഈ ആരോപണങ്ങൾ കേൾക്കുക, അതിന് മറുപടി പറയുക എന്നുള്ളതല്ലാതെ നിജസ്ഥിതി വളരെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ടല്ലോ. അല്ല, അത് നിജസ്ഥിതി തുടക്കത്തിൽ രഞ്ജിത്ത് തന്നെ തുടങ്ങിയല്ലോ. ഇവിടെ ഈ ജോർജിനെ പോലെ കെന്നഡിയെ പോലെയുള്ള ആളുകളെ മലയാളത്തിലെ മതേതര വിശ്വാസികൾ ആരും അംഗീകരിക്കുന്നില്ല. കാരണം മലയാളക്കരയിൽ അത് വിലപ്പോകുന്ന പ്രശ്നമില്ല. കാരണം അത് എന്താണ് ഓരോ സമുദായവും സമൂഹവും ഈ രാജ്യത്ത് നിർവഹിക്കുന്ന ധർമ്മമെന്നും അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാവർക്കും ബോധ്യമുണ്ട്. പിന്നെ അത് ഏതെങ്കിലും പേപ്പട്ടികൾ വിഷം പരത്തുമ്പോൾ അല്ലെങ്കിൽ വിഷജീവികൾ ഇതിലെ വർഗീയ വിഷം പ്രചരിപ്പിച്ച് ഓടി നടക്കുമ്പോൾ അതിനൊക്കെ ചങ്ങലക്കിടുക അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കുക എന്നുള്ള ദൗത്യം മാത്രം സമൂഹത്തിനുണ്ട്. കാരണം ആ ഒരു നേരത്തെ ഇദ്ദേഹം ഭയത്തിന്റെ കാര്യം പറയും. ഭയമുണ്ട്. എന്തിനാ ഭയം? പേപ്പട്ടിയെ ഭയമുണ്ടല്ലോ നമുക്ക്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ പേപ്പട്ടി കടിക്കുന്നു. അതേപോലെ ഇത്തരം വിഷജീവികളെ ഭയമുണ്ട്. അതിലപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, അതിലപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തോളാം. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വേണ്ടിട്ടില്ല. അല്ല ഞാൻ പറയട്ടെ രഞ്ജിത്തെ, ഞാൻ പറയട്ടെ. മലയാളികളെ ഏതെങ്കിലും സമുദായം എങ്ങനെയാണ് പറയേണ്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തു മതവിശ്വാസികളെ കുറിച്ച്, ഇസ്ലാം മതവിശ്വാസികളെ കുറിച്ച്, ഹൈന്ദവ മതവിശ്വാസികളെ കുറിച്ച് മലയാളക്കര എന്തൊരു സൗഹൃദത്തോടെ എല്ലാ മതവിശ്വാസികളും എന്തൊരു നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. അതിൽ ഒറ്റപ്പെട്ട ഇത്തരം കേസുകൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അത് ഗൗനിക്കുന്നേ ഇല്ല. കാരണം തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞു അന്വേഷണ ഏജൻസികൾ വന്നു, കോടതി വന്നു, പോലീസ് വന്നു, പലജാതി വന്നു. ഈ 400 എണ്ണം ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ കെന്നഡിയെ പോലെയുള്ള ആളുകൾ. 400 എണ്ണം വേണ്ട. ഒരു താലൂക്കിലാണല്ലോ 4 എണ്ണം പറഞ്ഞത്. 22 പഞ്ചായത്തും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും അടങ്ങിയ ഒരു താലൂക്ക് മാത്രമാണത്. ആ താലൂക്കിൽ 400 എണ്ണം ഉണ്ടെങ്കിൽ നേരത്തെ യൂത്ത് ലീഗ് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ 32,000 കഥ പറഞ്ഞിരുന്നത്. ആ 32,000 കഥ പറഞ്ഞപ്പോൾ യൂത്ത് ലീഗ് എല്ലാ ജില്ലയിലും മേശയിട്ട് ഇരുന്ന് വെല്ലുവിളിച്ചിരുന്നു. ഒന്ന് ഉദാഹരണത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇപ്പൊ ഈ കെന്നഡിയെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ എന്തെങ്കിലും ധാർമ്മികമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. ഇത് മനുഷ്യരുടെ കഥയാണല്ലോ പറഞ്ഞത്. ഇന്ന കുട്ടിയാണ്, ഇന്ന ആളുകളാണെന്ന് പറയാനില്ല. വെറുതെ വിദ്വേഷ പ്രചരണം നടത്തുകയാണ്. ഇവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഗോഡ്ഫാദറെ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയുമാണ്. അവരാരാ നമുക്കറിയാലോ. അവരിപ്പം ഇന്ത്യയുടെ ഭരണാധികാരികളാണ്. എങ്ങനെയാണ് അവർ ഭരണാധികാരി ആയിട്ടുള്ളത്? ആ സ്റ്റൈലിൽ PC ജോർജും ഇവർക്കുമൊക്കെ അതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പ്രചരിപ്പിച്ചു, ചെയ്ത് വർഗീയത ജനങ്ങളെ തമ്മിലടിപ്പിച്ചു, ആരെങ്കിലും കൊലപ്പെടുത്തി വർഗീയ ലഹളയുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാം എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ PC ജോർജ് പറഞ്ഞ ഒരു കമന്റ് മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം നടക്കുന്നുണ്ട്, എനിക്ക് കേന്ദ്രമന്ത്രി ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ആ കേന്ദ്രമന്ത്രിയൊക്കെ അമിത്ഷായെ പോലെയുള്ള ആൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ മറ്റോ ആകാമെന്നുള്ള പ്രതീക്ഷയാണ്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ 99.9% ആളുകളും മാന്യമായി ജീവിക്കുന്നവരാണ്. എല്ലാവരും PC ജോർജ് അല്ല, എല്ലാവരും കെന്നഡി അല്ല. അവർക്കൊക്കെ മതവിശ്വാസമുണ്ട്, അവർക്കൊക്കെ ധാർമ്മിക ബോധമുണ്ട്, സത്യസന്ധതയുണ്ട്, നിയമബോധമുണ്ട്. ഇതൊന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതിനെങ്ങനെയാണ് നമ്മൾ മറുപടി പറയുക? മറുപടി അർഹിക്കുന്നില്ല. അറിയാലോ, ഒരു എണ്ണം പറഞ്ഞാൽ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞില്ലേ, ശങ്കരാടി കൈ കാണിക്കുന്ന പോലെ കൈരേഖ കാണിക്കുകയാണ്. അതാണോ വേണ്ടത്? ഞങ്ങൾ ഈ വിഷയത്തിൽ ഗവൺമെന്റിനെ കൂടി പ്രതിയാക്കുകയാണ്. ഗവൺമെന്റ് ഇത്തരം ആളുകളെ നിയന്ത്രിക്കാതിരുന്നാൽ സമൂഹത്തിൽ വിദ്വേഷം പ്രചരിക്കും. ആളുകൾക്കിടയിൽ ധാരാളം കേസുകളുണ്ട്, അറസ്റ്റുണ്ട്, ജയിലിൽ കിടന്ന ആളാണ്, ധാരാളം കേസുണ്ട്. സർക്കാർ ഇടപെടുന്നുണ്ട്. പക്ഷെ PC പറയാനുള്ളത് PC പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് പ്രശ്നം.
ഒരു കേസ് പറയാൻ പറ്റുമോ? ലവ് ജിഹാദിലെ ഒരു കേസ് പറയാൻ പറ്റുമോ? ലവ് ജിഹാദ് കേസല്ല, ലവ് ജിഹാദ് മതവിദ്വേഷ പരാമർശത്തിന് കേസുണ്ട്. ലവ് ജിഹാദിൽ കേസെടുക്കാൻ പറ്റില്ല, അത് പ്രയോഗം മാത്രമാണ്. എന്താ നിങ്ങൾ പറയുന്നത്? ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ പറ്റില്ല, അത് പ്രയോഗമാണ്. എന്തുകൊണ്ട്? ഒരു മിനിറ്റ്, ഇപ്പോ തന്നെ പി സി ജോർജിനെതിരെ പിന്നെ ഫെബ്രുവരി 5 സംഭവം ഉണ്ടായി, 6 പരാതി കൊടുത്ത് 7 പരാതി കൊടുത്ത് 10 കേസെടുക്കുന്നത്. 1.5 മാസം കഴിഞ്ഞിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ വൈകിയതാണ്. എന്നിട്ട് ഹൈക്കോടതി പോയി, ഹൈക്കോടതി ഉത്തരവിട്ടിട്ടാണ് റിമാൻഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ അസുഖവും മറ്റും പറഞ്ഞ് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടന്നതല്ലേ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ജയിലിൽ അടക്കണമെന്നില്ല. അദ്ദേഹത്തെ പറ്റുമെങ്കിൽ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് അടക്കേണ്ടത്. കേരളം രക്ഷപ്പെടും. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ, ഈ ഉത്തരേന്ത്യൻ ശൈലിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ഒന്ന് ലൈവായി നിൽക്കണം, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവർ. പക്ഷെ ഇവർക്ക് കേരളത്തെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. മലയാളികൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതിനൊന്നും ചെവി കൊടുക്കുന്ന, അതിനൊന്നും ശ്രദ്ധ കൊടുക്കുന്ന ആളുകളല്ല മലയാളികൾ. അവർക്ക് വേറെ ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതെങ്കിലും ജോർജോ ഏതെങ്കിലും കന്നഡിയോ ഇത്തരം സംഗതികൾ പറയുമ്പോൾ അതൊന്നും ഗൗനിക്കേണ്ടതില്ല എന്ന് തിരിച്ചറിയുന്ന നല്ല മനുഷ്യരുടെ നാടാണ് കേരളം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യമില്ല. രഞ്ജിത്ത് തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ തള്ളിക്കളഞ്ഞതാണ്. കോടതിയിൽ വന്ന പല കേസും തെളിവില്ലെന്ന് പറഞ്ഞ് വിട്ടതാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയാനാ?